സമീപകാലത്തായി ചെറുമുക്ക് പള്ളിക്കത്തായം മുതൽ ചുള്ളിപ്പാറ സമൂസക്കുളം വരെയുള്ള വയലോര റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെറുമുക്ക്, തിരൂരങ്ങാടി, കക്കാട്, ചുള്ളിപ്പാറ, കരുമ്പിൽ എന്നീ പ്രദേശത്തെ ഒരു പറ്റം യുവാക്കളുടെ കീഴിൽ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശക്തമായി ലഹരിക്കെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വയലോരത്ത് രാവും പകലുമില്ലാതെ റോഡുകളിൽ കാറ്റും കൊണ്ടിരുന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ ഇവർക്കെതിരെയാണ് യുവജന കൂട്ടായ്മ രൂപപ്പെടുത്തി മുന്നോട്ടു പോവാൻ തീരുമാനമെടുത്തത്. ഇവ നാടിനും സമൂഹത്തിനിടയിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാമൂഹിക വിപത്തിനെതിരെ പൊതുജനം ജാഗ്രത പാലിക്കണമെന്നും വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് വഴിയൊരുക്കാതെ ശ്രദ്ധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും യുവജന കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇവയ്ക്കെതിരെ യുവജന കൂട്ടായ്മയുടെ കീഴിൽ ചെറുമുക്ക് ആതിർക്കാട് ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഹഫീസുർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ സദസ്സ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി ബിജു ക്ലാസ് എടുത്തു. ദിനേന ആയിരക്കണക്കിന് രൂപയാണ് പലരും ഈ മേഖലയിൽ ചിലവഴിക്കുന്നത്. വ്യക്തികളുടെയും കുടുംബാംഗങ്ങളുടെയും പതനത്തിന് വരെ കാരണമായേക്കാവുന്ന ഇത്തരം സാമൂഹിക വിപത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ഭാഗമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീതാണ് നൽകിയത്. നിയമവിരുദ്ധമായ ഈ സംവിധാനം അവസാനിപ്പിച്ച് ജനങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്നും ചടങ്ങിൽ സാക്ഷിയായ യുവാക്കളും മുതിർന്നവരും പറഞ്ഞു. ചടങ്ങിൽ മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി, വാർഡ് മെമ്പർ ഒള്ളക്കൻ സിദ്ദീഖ്, VP ഖാദർ ഹാജി, വളപ്പിൽ അലവി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. മണക്കടവൻ അയ്യൂബ്, വളപ്പിൽ അസീസ്, പറമ്പേരി ഫസീൽ, TK ഹാരിസ്, KT റഫീഖ്, PK സമീർ എന്നിവർ നേതൃത്വം നൽകി. മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും അനസ് PT നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.